ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, നിലനിൽപ്പിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടേ തിരിച്ചു വരുമെന്ന്. കണിമംഗലത്ത് നമ്മൾ എത്ര നാളുണ്ടാവുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്നാ കണിമംഗലത്ത് സ്ഥിരമായി നിൽക്കാനും കണിമംഗലം സ്വന്തമാക്കാനും ഞാനൊരു മാർഗം പറഞ്ഞു തരട്ടെ. എന്താ? മഹേഷ് പറഞ്ഞ ആൾക്കാരല്ലേ? അതെ മേഡം. ഇന്ന് പാതിരാത്രിക്ക് നിങ്ങൾ കണിമംഗലത്തെത്തണം. വാതില് ഞാൻ തുറന്നിടാം. മുഖംമൂടി ധരിച്ചു വേണം നിങ്ങൾ അകത്തേക്ക് കയറാൻ. അകത്ത് ഞാനുണ്ടാവും. മുറിയിലേക്ക് വന്ന് എന്നെ കൂട്ടണം. മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാല് ഒരു ഓഫീസ് മുറി ഉണ്ടാവും. കണിമംഗലത്ത് അവിടെ മാത്രമേ CCTV ഉള്ളൂ. ആ ക്യാമറയുടെ മുന്നിലെത്തുമ്പോ എന്നെ നിങ്ങൾ ബോധം കെടുത്തിക്കൊണ്ട് പോകുന്ന പോലെ പോണം. ഇതാണ് പ്ലാൻ. അല്ല മേഡം, സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകുന്ന നാടകം നടത്തണോ? അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്താ പറഞ്ഞ സംഖ്യ ഞാൻ തന്നിരിക്കും. പറ്റുമോ നിങ്ങളെ കൊണ്ട്? മേഡം പേടിക്കണ്ട. എല്ലാരും കിടന്നുറങ്ങുന്ന വീട്ടിൽ നിന്ന് ഒരാളെ പൊക്കണമെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് മേഡം. പിന്നെ മേഡം കൂടെ നിൽക്കുകയല്ലേ, പിന്നെന്താ പറ്റാത്തത്? ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും മേഡം? തന്റെ ഭാവിയും ഭൂതൊന്നും നോക്കൽ എന്റെ ജോലിയല്ല. റിസ്ക് ഉണ്ട്. റിസ്കിനുള്ള പണവും തരുന്നുണ്ട്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്, അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്കാരെ നോക്കിക്കോളാം. അയ്യോ, അവൻ ചുമ്മാ ഓരോന്ന് ചോദിക്കുന്നതാ മേഡം. ഞങ്ങൾ കൃത്യമായിട്ട് പണിയെടുത്തോളാം. പിന്നെ നിങ്ങളുടെ ഫോണുകളൊക്കെ സൈലന്റിലായിരിക്കണം. എന്നെ വിളിക്കാൻ വേണ്ടി മാത്രമേ ആ സമയത്ത് ഫോണുകൾ ഉപയോഗിക്കാവൂ. മനസ്സിലായോ? മനസ്സിലായി മേഡം. എങ്കിൽ രാത്രി ഒരു 12 മണിയാവുമ്പോ കണിമംഗലത്ത് ഗേറ്റിന്റെ മുന്നിൽ വന്ന് എന്നെ വിളിച്ചാൽ മതി. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ. എന്താടാ ഇത്? നമ്മളെക്കാളും വലിയ പ്ലാനിങ് ആണല്ലോ. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? പ്ലാനൊക്കെ കേട്ടത് എനിക്ക് തോന്നുന്നത് അവളേതോ കാമുകന്റെ കൂടെ ചാടാനുള്ള പ്ലാനായിട്ടാ. പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണല്ലോ. അവർക്ക് വേണ്ട തെളിവുകളൊക്കെ അവര് നേരത്തെ കണ്ടെത്തി വെക്കും. നമുക്ക് കുറച്ച് കാശ് കളയും, അത് വാങ്ങിക്കുക, നമ്മുടെ വഴിക്ക് പോവുക. നമ്മൾ രണ്ടാളും മാത്രം മതിയോ? നമുക്ക് നമ്മുടെ വിനുവിനെ കൂടെ കൂട്ടാടാ. കാണുന്നവർക്ക് ഒരു കൊഴുപ്പായിക്കോട്ടെ. നീ വന്ന് വണ്ടി കയറ്, നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. എന്താ ഉർവശി? എന്റെ ചന്ദ്രട്ടാ, ഇതെന്ത് പോക്കാ നിങ്ങള്? നിങ്ങക്ക് തിരിച്ചു വരാൻ ഉദ്ദേശമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, നിലനിൽപ്പിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടേ തിരിച്ചു വരുമെന്ന്. കണിമംഗലത്ത് നമ്മൾ എത്ര നാളുണ്ടാവുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്നാ കണിമംഗലത്ത് സ്ഥിരമായി നിൽക്കാനും കണിമംഗലം സ്വന്തമാക്കാനും ഞാനൊരു മാർഗം പറഞ്ഞു തരട്ടെ. എന്താ? ഈ കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കാനുള്ളൂ. ഇവർ രണ്ടുപേരും ഈ കണിമംഗലത്ത് വേണ്ട.
പരമേശ്വര, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ നീ ഈ കാര്യത്തില് ഒരു തീരുമാനം എടുക്കരുത്. ഇതിൽ കൂടുതൽ എന്ത് യാഥാർത്ഥ്യമേ ഞാൻ അറിയേണ്ടത്? അറിയണം, അറിഞ്ഞേ പറ്റൂ. എസ്റ്റേറ്റിൽ നിന്ന് വന്നപ്പോ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വരുണിന്റെ നഷ്ടബോധത്തിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. അതിതാണ്. ഇന്നല്ല, പ്രിയങ്കയുടെയും വരുണിന്റെയും വിവാഹത്തിന് മുൻപേ പരസ്പരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാ ഇവര്. അമ്മേ, ഈ കാര്യം നിനക്കറിയാം, ഈ നിൽക്കുന്ന ഉർവശിക്കറിയാം. എന്തിന് ഈ നിൽക്കുന്ന രണ്ടുപേരെ ഒന്നിച്ച് കണ്ടു എന്ന് പറയുന്ന പ്രിയങ്കയില്ലേ, അവൾക്ക് വ്യക്തമായിട്ട് അറിയാം. രാധിക, ഇനി കണിമംഗലത്ത് വേണ്ട. ഇവളെ ആറ്റുവശ്ശേരി കൊണ്ടുവന്നാക്കട്ടെ, എന്നിട്ട് വരുൺ ഇവിടെ നിൽക്കട്ടെ. അമ്മേ, ഈ കാര്യത്തിൽ ഞാൻ തോറ്റു തരില്ല. കാരണം ഞാൻ തോറ്റാലുണ്ടല്ലോ, ഈ പാവപ്പെട്ട പെൺകുട്ടിയാ അതോടൊപ്പം തോൽക്കുന്നത്. നിന്നെ പോലൊരു മകനെ പ്രസവിച്ചു പോയതിന്റെ കൂലി എനിക്ക് കിട്ടണം. കണിമംഗലത്തെ പരമേശ്വരന്റെ മകൻ ചെയ്ത ഈ ചതി നാളെ നേരം വെളുക്കുമ്പോൾ നാട് മുഴുവനും അറിയും. അപ്പോ അവരൊക്കെ വിരൽ ചൂണ്ടുന്നേ നിന്നെ പ്രസവിച്ച് വളർത്തിയ എന്റെ നേർക്ക. അങ്ങനെ ഒരു പാപം ചെയ്ത അമ്മയായിട്ട് എനിക്ക് ജീവിക്കണ്ട. നീ ഇറങ്ങുന്നതിന് മുൻപ് എനിക്ക് മരിക്കണം. എനിക്കിങ്ങനെ ജീവിക്കണ്ട. നീ നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. ഈ കുടുംബത്തിന്റെ ശാപം വാങ്ങിച്ചവനാ നീ. നീ ഇവളെ കൊണ്ട് ഒരിക്കലും ജീവിക്കില്ലടാ, ഒരിക്കലും ജീവിക്കില്ല, ജീവിക്കില്ല. സന്തോഷായില്ലടാ നിനക്ക്? ഇറങ്ങിക്കോ നീ. നന്നായി, പുറത്തിറങ്ങുമ്പോ പറയാലോ സ്വന്തം അമ്മ ചാകാൻ കിടന്നപ്പോ അതൊന്നും കൂട്ടാക്കാതെ പോയിന്ന്. മോനെ, രാധിക വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. ഡ്രൈവറോട് കൊണ്ടുവിടാൻ പറയാം. മുത്തശ്ശി, നിന്റെ അമ്മയെ അവഗണിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. തൽക്കാലം നിങ്ങൾക്ക് പിരിഞ്ഞേ പറ്റും.